അപ്പോ ശ്രീമാതാ സൃഷ്ടി, ശ്രീ മഹാരാജ്ഞി സ്ഥിതി, ശ്രീമത് സിംഹാസനേശ്വരി സംഹാരം, ചിതഗ്നികുണ്ട സംഭൂത, ശിവശക്തി രൂപിണി ലളിതാംബിക. അപ്പൊ ഈ 5 കൃത്യങ്ങൾ ഇതിനകത്ത് വന്നു. അപ്പൊ ഈ 5 കൃത്യങ്ങളാണ് ദേവിയുടെ പഞ്ചകൃത്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഈ 5 മന്ത്രങ്ങൾ പറഞ്ഞാൽ തന്നെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്നു പറയാറുണ്ട്. ഇവിടെ ഉപാസന ചെയ്ത് ദേവിയെ സാക്ഷാത്കരിച്ചവരെ, അതായത് യന്ത്ര മന്ത്ര തന്ത്രത്തിലൂടെ ദേവിയെ നേരിട്ട് സാക്ഷാത്കരിച്ചവരെ ദേവി വന്ന് മരണസമയത്ത് മണിദ്വീപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു. മരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത്. ഇതാണ് സത്യം. കാരണം അവര് ദേവി ഉപാസന, പ്രത്യേകിച്ച് ലളിതാ ഉപാസനയ്ക്ക് ഇങ്ങനെ ഒരു ഉയർന്ന തലം കൂടെ ഉണ്ട്. കാരണം ദേവിയെ സാക്ഷാത്കരിക്കണം. കാരണം എന്തിന്? ഈ യന്ത്രമന്ത്ര തന്ത്രത്തിലൂടെ. യന്ത്രം, മന്ത്രം, തന്ത്രം ഇല്ലേ? ശ്രീചക്രം, പഞ്ചദശാക്ഷരി, അത് രണ്ടും കൂടെ കൂടി ചേർത്ത് ജപിക്കുന്ന ആ ഒരു തന്ത്രം. നമ്മുടെ ശരീരത്തിനുള്ളിൽ ദേവിയെ നമ്മൾ സാക്ഷാത്കരിക്കണം. ആ സ്വാത്മാഭിന്ന ലളിതാംബികായ എന്ന് നമ്മുടെ ആത്മാവും ദേവിയും ഒന്നാണ് എന്ന് സാക്ഷാത്കരിച്ചവരെ, സ്ഥിരീകരിച്ചവരെ ദേവി ആ ഒരു ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ആ ജീവനെ അമ്മ നേരിട്ട് വന്ന്, അമ്മയാണ് മക്കളെ കൊണ്ടുപോകുന്നത് അല്ലെ, അമ്മ നേരിട്ട് വന്ന് മണിദ്വീപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഇതൊരു സത്യവാക്കാണ്. അപ്പൊ ഇവിടെ ആ ഒരു ധർമ്മത്തില്, ആ ഒരു ധർമ്മത്തിന്റെ പുണ്യത്തോടെ ജീവിച്ച ദേവി ഉപാസകര് ശരീരം വീണാലും അത് മൃത്യുലോകത്തില് കറങ്ങിത്തിരിയില്ല. ആ ഒരു ജീവൻ, കാരണം മരണജനനങ്ങൾ ഇല്ലാത്ത ഉയർന്ന തലങ്ങളിലേക്ക് യാത്രയാകും. ഇപ്പൊ ശങ്കര ഭഗവത്പാദര് തന്റെ കർമ്മങ്ങള് തീർത്ത് ശിവ ഐക്യത്തിനായിട്ട് വേണ്ടിയിട്ട് കേദാരത്തിലെത്തിയപ്പോ ആ ഒരു ശിവൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പുരാണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഔവ്വയാറെ നമ്മൾ വളരെ മുരുക ഭക്തയാണ് അല്ലെ. ഔവ്വയാർ ശിവലോകത്തിൽ ശിവൻ അമ്മേന്ന് വിളിച്ചാണ് എതിരേറ്റതെന്ന് പറയുന്നു. അപ്പൊ ദേവി ഉപാസകര് അതിലും ഉയർന്ന തലത്തില് എത്തിയവരാണ്. അതില് ഉയർന്ന തലത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ദേവി എന്ന് പറഞ്ഞ അൾട്ടിമേറ്റ് ആണ് അല്ലെ. അത് കഴിഞ്ഞ് വേറെ ഒന്നും ഇല്ല. ശിവനും ദേവിയും രണ്ടല്ല. ശിവൻ വേറെ, ദേവി കഴിഞ്ഞ് ശിവൻ എന്നല്ല. ശിവനും ദേവിയും ഒന്നാണ്. ദേവി തന്നെയാണ് നമ്മളെ ആ ജീവനെ ശിവന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് അർത്ഥം. അപ്പൊ ശരിയായിട്ടുള്ള ഉപാസന ചെയ്യണം. തീവ്രമായിട്ട് വേണം അത് ചെയ്യാൻ. അപ്പൊ സ എന്നുള്ള അക്ഷരം, മാ എന്നുള്ള അക്ഷരം വളരെ പ്രധാനമാണ്. സ തുടങ്ങിയിട്ടുള്ള 8 മുതൽ 112 നാമം. സ പരാശക്തി, മാ പരബ്രഹ്മം. ഇപ്പൊ മൂർത്ത അമൂർത്ത ഭാവത്തിൽ ഇരിക്കുകയാണ്. 9 ചക്രേശ്വരികളുണ്ട്. ഇപ്പൊ കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത അല്ലെ. കോടി യോഗിനികൾ ദേവിയെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം തന്നെ ദേവിയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്.